അപ്പം നമ്മൾ ഏതെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞാൽ അഥവാ മാർക്ക് കുറഞ്ഞു പോയി പിന്നെ അതിൻ്റെ പേരിൽ വല്ല ഡിപ്രഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഓവർകം ചെയ്ത് വരുന്നു? ദിസ് ഈസ് ഇന്നവിറ്റബിൾ ആൻഡ് അതെല്ലാവരും പോകുന്നതാണ്. അത് എല്ലാവർക്കും യൂണിഫോം ആയ ഒരു കാര്യമാണ്. സോ അതിനാ രീതിയിൽ കാണുക, പരമാവധി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എത്രത്തോളം മാർക്ക് കുറഞ്ഞാലും അൾട്ടിമേറ്റ്ലി വിചാരിക്കുക ഇപ്പൊ കിട്ടുന്ന മാർക്കിനേക്കാൾ മാർക്ക് കുറയുന്ന അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് വരുന്ന സമയത്ത് ഫിസിക്സിലെ ഡിഫിക്കൽട്ട് ടോപ്പിക്, കെമിസ്ട്രിയിലെ ഡിഫിക്കൽട്ട് ടോപ്പിക്, ബയോളജിയിലെ ഡിഫിക്കൽട്ട് ടോപ്പിക് വന്നു. അവിടെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ട് ഫൈൻ. നീറ്റ് അങ്ങനെയല്ല ആവാൻ പോകുന്നത്. നീറ്റ് ഇസ് ലൈക്ക് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കണം, മോഡറേറ്റ് ഉണ്ടായിരിക്കും, ഈസിയും ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആയ ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക ഇത് ഡിഫിക്കൽട്ട് പേപ്പർ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഒരുപക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്ത പോയിന്റിലായിരിക്കും അവർക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ ഒരുപക്ഷെ ഫോക്കസ് ചെയ്യാത്ത കാര്യങ്ങൾ അവർ ഫോക്കസ് ചെയ്തു. ആൻഡ് ഓൾവേസ് ട്രൈ ടു ഷെയർ. എപ്പോഴും കോമ്പറ്റീഷൻ നല്ലതാണ്, നിങ്ങൾക്കിടയ്ക്ക് കോമ്പറ്റീഷൻ വെക്കണം, പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്യുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ ജേർണിയുടെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു. ഞാൻ കുട്ടികളെ എൻ്റെ റൂംമേറ്റ് ആയിക്കോട്ടെ, എൻ്റെ അടുത്തുള്ള കുട്ടികളായിക്കോട്ടെ, എല്ലാവരും ഞാൻ പഠിപ്പിക്കുന്ന വെച്ചാൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു ടോപ്പിക് തന്നെ ഒരു 10 കുട്ടികളൊക്കെ പറഞ്ഞു കൊടുത്ത സമയങ്ങളുണ്ട്. സോ ഞാൻ ആ ടോപ്പിക്ക് എക്സാമിൽ കാണുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻ്റാണ്. കാരണം ഞാനിത് 10 പേർക്ക് പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യനാണ്. സോ എനിക്കിത് തെറ്റാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ മനസ്സിൽ ലോങ് ടേമിൽ സ്റ്റോർ ചെയ്യും. സോ ഡു ദോസ് തിങ്സ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്.